നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. KPCCയുടെ ആഹ്വാനപ്രകാരം ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ചേർപ്പ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാർലം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പാർലം മണ്ഡലം കോൺഗ്രസ് പ്രതിഷേധിച്ചു. പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. ചടങ്ങുകളിൽ പങ്കെടുത്തത് നിരവധി ഭക്തർ. വാർത്തകൾ വിശദമായി. KPCCയുടെ ആഹ്വാനപ്രകാരം ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ചേർപ്പ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ആശാവർക്കർമാർ ജോലിക്ക് ഹാജരായില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നുള്ള ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. എല്ലാം ശരിയാക്കി തരാം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇവിടെ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ജനങ്ങൾക്ക് ഉപദ്രവമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളി വർഗത്തിൻ്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ തൊഴിലാളികൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ PSC ചെയർമാന് 1.5 ലക്ഷം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് 4.25 ലക്ഷം 5.25 ലക്ഷം രൂപ വരെയാണ് ചെയർമാൻമാർക്ക് ശമ്പളം നൽകുന്നത്. അതിലത്തെ ചെയർമാൻമാരുടെ കമ്മിറ്റിക്കാർക്കും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വിവിധ കോർപ്പറേഷനുകളിലും ഇതിൻ്റെയൊക്കെ ബലമായി CPMൻ്റെ പാർട്ടി ഓഫീസിലേക്ക് ലെവിയാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഗുണമാണ് അവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അധികാരത്തിൽ വന്നവർ വൈദ്യുതി ചാർജ് എത്രയോ തവണ വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കരം വർദ്ധിപ്പിച്ചു, നികുതി വർദ്ധിപ്പിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ചു. തൊട്ടതിനെല്ലാം വർധനവ് മാത്രം വരുത്തിയിട്ടുള്ള ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പുറത്താക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മണ്ഡലം പ്രസിഡന്റ് K. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രത്യേകിച്ച് കൊറോണ സമയത്ത് വീടാന്തരം കയറി രാപ്പകലില്ലാതെ പ്രവർത്തിച്ച നമ്മുടെ ആശാ വർക്കേഴ്സിന് തുച്ഛമായ ഓണറേറിയമാണ് നമ്മളിപ്പോൾ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഓണറേറിയം മാസത്തിൽ 20,000 രൂപ വരെ ഉയർത്താനും അതുപോലെ തന്നെ അവർക്ക് പെൻഷൻ പറ്റുന്ന സമയത്ത് 25,000-ൽ നിന്ന് 5 ലക്ഷം രൂപ അവർക്ക് ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ദിവസങ്ങളോളം ഇന്ന് ഏകദേശം 16ാമത്തെ ദിവസമാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രേ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്കെതിരെ വളരെ മോശമായ രീതിയിലാണ് കേരളത്തിലെ മന്ത്രിസഭയിലെ മന്ത്രിമാർ അവരെക്കുറിച്ച് പറയുന്നത്. അവർക്ക് വെറുതെ ഒരു പിൻബലമില്ല, അല്ലെങ്കിൽ വെറുതെ ന്യൂസിൻ്റെ മാധ്യമ ശ്രദ്ധ പറ്റുന്നതിന് വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷേ വളരെ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഈ കേരളത്തിലെ മുഴുവൻ ജനതയും അതിൽ രാഷ്ട്രീയമില്ലാതെ എല്ലാവരും, പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ CPI പോലും അവരെ പിന്തുണച്ചിരിക്കുന്ന സമയമാണിത്. ആ സമരം വിജയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ 25-ാം തീയതി ഗവൺമെൻറ് പുതിയൊരു ഓർഡർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് ഡ്യൂട്ടിക്ക് കയറാത്ത മുഴുവൻ ആശാ വർക്കേഴ്സിനെയും ഇന്ന് പിരിച്ചുവിടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. KR സിദ്ധാർത്ഥൻ, CK ഭരതൻ, M. സുജിത് കുമാർ, സുജീഷ കള്ളിയത്ത്, വിദ്യാ രമേശ്, കുട്ടികൃഷ്ണൻ എട്ടുമുന, ബൈജു സെന്റ് ജോൺ, CN പ്രേംബാസി, CA കരീം, PH ഉമ്മർ, ജോർജ് വീരമ്പുള്ളി, VB സുരേന്ദ്രൻ, KR പിയൂസ്, CK വിനോദ്, ഷനിൽ പുത്തേരി, CM വേണുഗോപാൽ, അൽഫോൺസ, ധന്യ സുനിൽ, സിനി പ്രദീപ്, P. സന്ദീപ്, ഷാജൻ കൈപ്പള്ളി, ഷാനവാസ്, KK ജോസ്, ജെയ്സൺ മാടക്കായി, ഷാജി ആദം, ഫൈസൽ, TN ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാർലം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പാർലം മണ്ഡലം കോൺഗ്രസ് പ്രതിഷേധിച്ചു. പാർലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ നോട്ടീസ് കീറിക്കളഞ്ഞ് പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 18 വർഷമായി ആശാ വർക്കർമാരുടെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട സഹോദരന്മാർക്ക് ആകെ ശമ്പളം നൽകുന്നത് വെറും 7000 രൂപയാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞു, കേരളം ഒട്ടാകെ പറയുന്നു, ആശാ വർക്കർമാർ ആരാണ് ആശാ വർക്കർമാർ? നമുക്കറിയാം, ഓരോ വീടാന്തരം ഒരു വാർഡിലുള്ള 400-ഉം 500-ഉം വീടുകളിൽ ആ പ്രദേശത്തെ ആശാ വർക്കർമാർ അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കാനും അമ്മമാർക്കും കുട്ടികളെ ശുശ്രൂഷിക്കാനും വേണ്ടി വീടാന്തരം കയറി ഇറങ്ങുന്നു. അങ്ങനെ ത്യാഗോജ്വലമായ ഒരു സേവനത്തിൻ്റെ ദൈവദൂതന്മാരായി മാലാഖമാരാണ് ഈ ആശാ വർക്കർമാർ. ഗിരിജ ഗോപിനാഥ്, ബിന്ദു വർഗീസ്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി TP ടോമി, AD ജോണി, ജോജോ ചിറമൽ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശോഭന ശ്രീനിവാസൻ, പഞ്ചായത്ത് മെമ്പർ ജൂബി ചിറയത്ത്, മണ്ഡലം നേതാക്കളായ AA റപ്പായി, ഡേവിസ് കണ്ണനായ്ക്കൽ, TV ജോൺസൺ, ജോസ് പെല്ലിശ്ശേരി, കുമാരൻ പറവത്ത്, കർഷക കോൺഗ്രസ് പ്രസിഡന്റ് നാരായണദാസ്, KR പുഷ്പാങ്കദൻ, ശ്രീനിവാസൻ വെങ്ങാലി, പോൾ കുന്നൻ, KK ശശിധരൻ, പ്രകാശൻ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. തിരുവാതിരക്കളി, കലാപരിപാടികൾ, ലക്ഷദീപം, നിറമാല, പഞ്ചവാദ്യം, ദീപാരാധന, സംഗീത കച്ചേരി, ഭക്തിഗാനങ്ങൾ, അഭിഷേകങ്ങൾ, അത്താഴ പൂജ, ശ്രീഭൂതബലി, തായമ്പക, പഞ്ചാരി മേളത്തോടെ വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. മണലൂർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉൾപ്പെടെ 20ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിഷേധം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡല പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷനായി. തീരദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കാനുള്ള നടപടി അവസാനിപ്പിക്കുക, റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, കോലുമാട് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. സംസ്ഥാന കമ്മിറ്റി അംഗം ശോഭ സുനിൽ, DCC സെക്രട്ടറി സിജു പാവറട്ടി എന്നിവർ നേതൃത്വം നൽകി. ആശാ വർക്കർമാർ നടത്തുന്ന സമരം അട്ടിമറിക്കുന്നതിനായാണ് സർക്കാർ ഉത്തരവ് എന്നാരോപിച്ച് താന്യം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. KPCCയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അവകാശമുന്നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ സാധാരണക്കാരായ ആശാവർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്നും ആരോഗ്യ പരിപാലന രംഗത്ത് ഏറെ അധ്വാനിക്കുന്ന ഈ വിഭാഗത്തിന് പൂർണ്ണ പിന്തുണ നൽകണമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, കോൺഗ്രസ് നേതാക്കളായ KN വേണുഗോപാൽ, ലൂയിസ് താണിക്കൽ, ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു. അജയൻ പറവത്ത്, ശിവജി കൈപ്പുള്ളി, ജഗദീഷ് രാജ് വാളമുക്ക്, റഷീദ് താന്യം, സലീഷ് കരിപ്പാറ, അഷറഫ്, വിനയൻ കൂനമ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷം നാട്യ 2025 നടന്നു. ചലച്ചിത്ര താരം TG രവി ഉദ്ഘാടനം ചെയ്തു. ആഫ്രിക്കൻ പ്രതിനിധി ബൈറോൺ വിശിഷ്ടാതിഥിയായി. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. പഞ്ചായത്ത് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, സ്കൂൾ മാനേജർ O സുമേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് VV നാരായണൻ,
നിഷ രാജേഷ്, രവീണ അംബരീഷ് എന്നിവർ സംസാരിച്ചു. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച താൽക്കാലിക ബണ്ട് തകർന്നു. റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണത്തിനായി താൽക്കാലികമായി റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മിച്ച ബണ്ടാണ് പൊട്ടിയത്. ബുധനാഴ്ചയായിരുന്നു സംഭവം. താൽക്കാലിക ബണ്ട് തകർന്നതോടെ റെഗുലേറ്ററിന്റെ അടിഭാഗത്തു നിന്ന് ചെളിയും മണ്ണും നീക്കാൻ ഉപയോഗിച്ചിരുന്ന JCBയും വെള്ളത്തിനടിയിലായി. മിക്സിംഗ് മെഷീൻ, അനുബന്ധ ഉപകരണങ്ങളും വെള്ളത്തിനടിയിലാണ്. 2 ആഴ്ച മുൻപാണ് റെഗുലേറ്ററിന്റെ അടിയിലുള്ള മുഴുവൻ വെള്ളവും വറ്റിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. താഴ്ഭാഗം ആഴം കൂട്ടി ചെളി നീക്കി കോൺക്രീറ്റിംഗ് തുടങ്ങി. അടിഭാഗം ബലപ്പെടുത്തുന്നതിനു വേണ്ടി 35 മീറ്റർ നീളത്തിലുള്ള കോൺക്രീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇതോടനുബന്ധിച്ചുള്ള കോൺക്രീറ്റിംഗ് പ്രവർത്തികളും തുടങ്ങാനിരിക്കെയാണ് പ്രതിസന്ധിയായത്. MLAയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച നിർമ്മാണ പുരോഗതി വിലയിരുത്തി ഏപ്രിൽ അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. നിലവിലെ സാഹചര്യം മറികടക്കാൻ ഇനിയും ആഴ്ചകളോളം വേണ്ടിവരും. കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് ബണ്ട് തകർന്നത്. താൽക്കാലിക ബണ്ട് നിർമ്മിക്കുമ്പോൾ ഇതിലെ അശാസ്ത്രീയതയെക്കുറിച്ച് നേരത്തെ തന്നെ നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതായി മുസ്ലിം ലീഗ് നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ഷെരീഫ് ചിറക്കൽ പറഞ്ഞു. ഇതിന് വർക്കുകൾ നടത്തണമെന്ന് നമ്മൾ നിരന്തരം സർക്കാരിനോടും അതല്ലെങ്കിൽ മിനിസ്റ്റർമാരോടൊക്കെ നിവേദനം കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ അതിനുവേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ ഫണ്ട് പാസ്സാക്കി വർക്കുകൾ തുടങ്ങിയിരുന്നു. വർക്കുകൾ തുടങ്ങി സാധാരണ 2 ബണ്ടാണ് നമ്മൾ ഈ ഡേഞ്ചർ പാലത്തുമ്പോൾ സാധാരണ ഒരു ബണ്ട് കിട്ടാറുണ്ട് ഈ ഉപ്പ് കയറാതിരിക്കാൻ. പിന്നെ ഇപ്പോൾ ഈ വർക്കിന് വേണ്ടിയിട്ട് ഒരു താൽക്കാലിക ബണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ താൽക്കാലികമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരുടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ ബണ്ടാണ് ഇപ്പോൾ പൊട്ടിയിട്ടുള്ളത്. ഈ ബണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നു ഇവിടെ കുറച്ചും കൂടി അത് സ്ട്രോങ്ങിൽ വേണം, കാരണം അല്ലെങ്കിൽ ബണ്ട് പൊട്ടാൻ, കാരണം വെള്ളത്തിൻ്റെ വാറ് വരുമ്പോൾ അത് മിക്കവാറും അത് പൊട്ടാൻ സാധ്യതയുണ്ടെന്ന ഇതിൻ്റെ പ്രവർത്തനത്തിൽ തുടക്കത്തിൽ തന്നെ ഇവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇരിങ്ങാലക്കുട ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. നടവരമ്പ് സ്വദേശി 30 വയസ്സുള്ള ദീപക്കാണ് അറസ്റ്റിലായത്. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS എന്നിവരുടെ നിർദ്ദേശപ്രകാരം നടന്നുവരുന്ന പ്രത്യേക പരിശോധനകളുടെ ഭാഗമായാണ് പ്രതിയെ പിടികൂടിയത്. ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാനായി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPSന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷ് ഓയിലുമായി യുവാവിനെ പിടികൂടിയത്. ദീപകിന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2024 ഒരു മയക്കുമരുന്ന് കേസും ആന്ധ്രാപ്രദേശിൽ ഒരു കഞ്ചാവ് കേസും നിലവിലുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷ് കരീം, സബ് ഇൻസ്പെക്ടർ നാസർ, ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ P. ജയകൃഷ്ണൻ, ASI സൂരജ് വി ദേവ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KJ ഷിൻഡോ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് നിലത്ത് തലയിടിച്ച് വീണ് അധ്യാപകൻ മരിച്ചു. തൃശൂർ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ അധ്യാപകനായ പൂങ്കുന്നം ചക്കാമുക്ക് സ്വദേശി 55 വയസ്സുള്ള അനിലാണ് മരിച്ചത്. സംഭവത്തിൽ സുഹൃത്ത് ചൂലിശ്ശേരി സ്വദേശി രാജരാജനെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര നാടകോത്സവം നടക്കുന്ന തൃശൂർ സംഗീത നാടക അക്കാദമി കോമ്പൗണ്ടിൽ വെച്ച് ഇന്നലെ രാത്രി 11:30യോടെയായിരുന്നു സംഭവം. രാത്രി സംഗീത നാടക അക്കാദമിക്ക് തൊട്ടപ്പുറത്തുള്ള KTDC ബിയർ പാർലറിൽ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷമാണ് ഇരുവരും അക്കാദമി കോമ്പൗണ്ടിലേക്ക് എത്തിയത്. ഇവിടെ വെച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. ഇതിനിടെ രാജരാജൻ അനിലിനെ തള്ളിയതോടെ അനിൽ തലയടിച്ച് നിലത്ത് വീണു. ഉടൻ തന്നെ അനിലിനെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ രാജരാജനെ തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അനിലിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. വീഴ്ചയുടെ ആഘാതത്തിലാണ് മരണം സംഭവിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ രാജരാജനെതിരെ ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. വിവാഹ ഫോട്ടോഷൂട്ട് തടസ്സപ്പെടുത്തി ഫോട്ടോഗ്രാഫറെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 2 പ്രതികൾ റിമാൻഡിൽ. കല്ലൂർ നെല്ലൂർ സ്വദേശി 18 വയസ്സുള്ള ബ്രജീഷ്, കല്ലൂർ പാലക്കപ്പറമ്പ് സ്വദേശി 18 വയസ്സുള്ള പവൻ എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നെല്ലൂർ പാടത്ത് ഇക്കഴിഞ്ഞ 23-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഫോട്ടോഷൂട്ടിനായി വധൂവരന്മാർക്കൊപ്പം വന്ന സനിത്ത് എന്ന ഫോട്ടോഗ്രാഫറെ സാരമായി പ്രതികൾ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. പ്രതികൾ ലഹരിക്ക് അടിമകളാണെന്ന് പോലീസ് പറഞ്ഞു.
ലഹരി ഉപയോഗിച്ച സമയത്ത് ഇവരുമായി ഫോട്ടോഷൂട്ടിനെ സംബന്ധിച്ച വാക്കുതർക്കമുണ്ടാവുകയും സനിത്തിനെ കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതികൾ പുതുക്കാട് ഒരു വീട്ടിലുണ്ടെന്ന രഹസ്യവിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS ലഭിച്ചതിനെ തുടർന്ന് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ ലാലു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത്ത്, ഷഫീഖ് എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. പുത്തൂർ അമ്പലക്കാട് ക്ഷേത്രത്തിൽ നിന്നും ഭണ്ഡാരങ്ങൾ തകർത്ത് പണം മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ SN പുരം സ്വദേശി 29 വയസ്സുള്ള ശ്രീജിത്താണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 19-ാം തീയതി പുലർച്ചെയാണ് പുത്തൂർ അമ്പലക്കാട് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ ACP SP സുധീരന്റെ നിർദ്ദേശാനുസരണം ഇൻസ്പെക്ടർ PM വിമോദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ശാസ്ത്രീയ പരിശോധനകളും നിരവധി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ശ്രീജിത്തിനെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുത്തൂരിൽ ആനപ്പാപ്പാനായി ജോലി നോക്കവേ അവിടെ നിന്നും പ്രതി കോക്കാത്ത് അമ്പലക്കാട് ക്ഷേത്രത്തിൽ രാത്രിയിൽ മോഷണം നടത്തുകയായിരുന്നു. മോഷണത്തിന് ശേഷം ആരോട് പറയാതെ ജോലി അവസാനിപ്പിച്ച് ഒളിവിൽ പോയ പ്രതി തിരുവില്ലാമലയിൽ മറ്റൊരു ആനയുടെ പാപ്പാനായി ജോലി നോക്കവെയാണ് ഒല്ലൂർ പോലീസിന്റെ പിടിയിലായത്. ഇൻസ്പെക്ടർ PM വിമോദ്, സബ് ഇൻസ്പെക്ടർ ജീസ് മാത്യു, പ്രൊബേഷൻ SI ക്ലിന്റ് മാത്യു, CPO അബീഷ് ആന്റണി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വരാക്കര കപ്പേളയ്ക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വരാക്കര പയ്യാക്കര സ്വദേശി 41 വയസ്സുള്ള നിക്സൺ ആണ് മരിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. ആമ്പല്ലൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ഓട്ടോ തെക്കേക്കര റോഡിലേക്ക് തിരിയുന്നതിനിടെ പുറകിൽ വന്ന ബൈക്ക് ഓട്ടോയിലിടിക്കുകയായിരുന്നു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8010 രൂപ, പവന് 64,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. KPCCയുടെ ആഹ്വാനപ്രകാരം ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ചേർപ്പ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാർലം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പാർലം മണ്ഡലം കോൺഗ്രസ് പ്രതിഷേധിച്ചു. പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. ചടങ്ങുകളിൽ പങ്കെടുത്തത് നിരവധി ഭക്തർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.